യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ യോഗയും മാനസികാരോഗ്യവും, ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു. പതഞ്ജലി മഹർഷി യോഗ എന്നതിന് നൽകുന്ന നിർവചനം യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് മനസ്സിന്റെ ചിന്തകളുടെ അസ്ഥിരതയെ നിയന്ത്രിക്കാൻ അഥവാ സംയമനം ചെയ്യുക എന്നതാണ് യോഗ. വൈകാരികമായ സ്ഥിരത, ചിന്തകളുടെ നിയന്ത്രണം, പോസിറ്റീവായ സമീപനം, ആത്മവിശ്വാസം, ഏകാഗ്രത, വ്യക്തമായ ആശയവിനിമയം, നല്ല ഉറക്കം എന്നിവയാണ് നല്ല മാനസികാരോഗ്യത്തിന്റെ സൂചകങ്ങൾ. തിരക്കേറിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഗുണങ്ങളെ പല സാഹചര്യത്തിലും നിലനിർത്താനും മനസ്സിനെ വർത്തമാനകാലത്തിൽ അഥവാ ഈ നിമിഷത്തിൽ നിലനിർത്തിക്കൊണ്ട് ഓരോ പ്രവൃത്തിയും തികഞ്ഞ അവബോധത്തോടെ ആസ്വദിച്ച് ചെയ്യാനും സ്ഥിരമായ യോഗാഭ്യാസം നമ്മെ പ്രാപ്തരാക്കും. ഇതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ, അതായത് ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കാത്ത വിധം നേരിടാനും നമ്മെ യോഗ സഹായിക്കുന്നു. യോഗ കേവലം ഒരു വ്യായാമമോ അഭ്യാസമോ മാത്രമല്ല, നല്ല ഒരു ജീവിത ശൈലി കൂടിയാണ്. അഷ്ടാംഗ യോഗയിലെ ആദ്യ 2 ഭാഗങ്ങൾ, അതായത് അഹിംസ, സത്യം, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം മുതലായ യമങ്ങളും ശൗചം, സന്തോഷം, തപം, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം തുടങ്ങിയ നിയമങ്ങളും മാനസിക ആരോഗ്യത്തെ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ തിരക്കേറിയ, വളരെ വേഗതയേറിയ ജീവിത സാഹചര്യങ്ങൾ, ജോലിയിലെ സമ്മർദ്ദം, സമൂഹത്തിൽ നിന്നുള്ള പ്രതീക്ഷകൾ എന്നിങ്ങനെയുള്ളവയുടെ സ്വാധീനം മൂലം മനസ്സും ശരീരവും പലപ്പോഴും ഒരുപോലെ പിരിമുറുക്കത്തിലാവുന്നു. ഇവയ്ക്കിടയിലും കുറച്ച് സമയം കണ്ടെത്തി യോഗയിലെ ലളിതമായ ആസനങ്ങൾ, നാഡീശോധന പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, ധ്യാനം മുതലായവ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിന്റെ ഏകാഗ്രതയും ശ്രദ്ധയും നിലനിർത്തി ശരീര മനസ്സുകളുടെ ഉന്മേഷം വീണ്ടെടുക്കാനും വളരെയധികം സഹായകമാണ്. യോഗ മസ്തിഷ്കത്തിലെ വികാരങ്ങളെയും സ്ട്രെസ്സിനെയും നിയന്ത്രിക്കുന്ന ലിംബിക് സിസ്റ്റത്തെ സ്വാധീനിച്ച് വികാരങ്ങളെയും മൂഡ് അഥവാ മാനസിക അവസ്ഥകളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്ന കെമിക്കലുകളായ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നിവയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും സ്ട്രെസ് ഹോർമോണുകളുടെ പ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യുന്നു. നല്ല മാനസികാരോഗ്യം ചിട്ടയായ ഒരു ജീവിതശൈലിയെയും നല്ല ആഹാര രീതികളെയും പിന്തുടരാനുള്ള പ്രചോദനം കൂടിയാണ്. അതുവഴി നല്ല ശാരീരിക ആരോഗ്യവും ഉറപ്പുവരുത്തുന്നു. ദിവസവും മറ്റ് വ്യായാമങ്ങൾക്കൊപ്പം 15 മുതൽ 20 മിനിറ്റ് സമയം പ്രാണായാമങ്ങളും ലളിതമായ ധ്യാനവും ചെയ്യുന്നതിനായി ചിലവഴിച്ചാൽ തന്നെ മാനസിക ആരോഗ്യത്തിൽ നല്ലൊരു വ്യത്യാസം പ്രകടമായി കാണാൻ സാധിക്കും. യോഗയും മാനസികാരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.